ഹലോ ഗൈസ്, എന്റെ നാടായ കടലുണ്ടിയിൽ പേര് കേട്ടൊരു ഉത്സവമാണ് കടലുണ്ടി വാവുത്സവം. വരുന്ന ചൊവ്വാഴ്ച, അതായത് ഒക്ടോബർ 21 തീയതിയാണ് വാവുത്സവം കേട്ടോ. വാവുത്സവത്തിന്റെ ചെറിയ ചെറിയ ഒരുക്കങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. ഉത്സവത്തിന്റെ 2 ദിവസം മുന്നേ തന്നെ ഭയങ്കര തിരക്കിലായിരിക്കും എല്ലാവരും. വീട്ടിൽ കുറെ ആൾക്കാരൊക്കെ വരും. അവർക്കുള്ള ഫുഡ് ഉണ്ടാക്കലിലാണ് ഞാനും ചേച്ചിയും. ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് 20 തീയതിയാണ് കേട്ടോ. അതായത് ഉത്സവത്തിന്റെ 2 ദിവസം മുന്നേ. ഡേറ്റ് എടുത്തു പറയുന്നത് നിങ്ങൾ ഈ വീഡിയോ എന്നാണ് കാണുക എനിക്ക് അറിയില്ലല്ലോ. മെയിൻ ആയിട്ട് ഇന്നത്തെ ഗസ്റ്റ് എന്ന് പറയുന്നത് ശ്രീകുട്ടന്റെ ഒരു ഫ്രണ്ടും അവരുടെ വൈഫും ആണ് കേട്ടോ. വരുമ്പോ അവർക്ക് കൊടുക്കാനുള്ള കണ്ണൂർ കോക്ടെയിൽ അവന് തന്നെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ അതിന്റെ പണിയിലാണ്. ഇനി ഇന്നത്തെ എന്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചിക്കൻ കൊണ്ടാട്ടാണേ. നോക്കി, ഓൾമോസ്റ്റ് പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ അലങ്കോല പണികൾ മാത്രമേ ഉള്ളൂ. പണീന്റെ ഇടയിൽ കൂടെ വണ്ടിയുടെ സൗണ്ട് കേട്ട് കൊലായിൽ വന്ന് നോക്കിയപ്പോൾ ദേ വന്നത് എന്റെ അച്ഛനാണ് കേട്ടോ. ഇതാണ് നമ്മ പറഞ്ഞ ശ്രീകുട്ടന്റെ ഫ്രണ്ടും വൈഫും. കണ്ണൂർ കോക്ടെയിൽ തിളങ്ങി നിൽക്കുന്നുണ്ട്. വരുന്നവർക്കെല്ലാം ഓരോ ഗ്ലാസ് കൊടുത്തായിരുന്നു. അപ്പോഴാണ് മുറ്റത്ത് ഭയങ്കര ജഗപൊക സൗണ്ട് കേട്ടത്. പോയി നോക്കിയപ്പോ ദാ ഇയാളാണ് കേട്ടോ. ഇതെന്റെ ഒരു അമ്മായിന്റെ മോനായിട്ട് വരും. അവരവിടെ സംസാരിച്ചിരിക്കട്ടെ. നമുക്ക് മുറ്റത്ത് കുറച്ച് പണിയുണ്ട്. ഇത് ദീപാവലി ആയിട്ട് കത്തിക്കുകയാണെന്ന് വിചാരിക്കരുത് ആരും. ഇന്നിവിടെ വേറൊരു സംഭവം കൂടെ നടക്കാൻ പോകുന്നുണ്ട്. അതെന്താണെന്ന് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് പറയാലേ. ഞങ്ങൾ ഉണ്ടാക്കിയ ബിരിയാണി ഇതാ എല്ലാവർക്കും വിളമ്പിട്ടോ. ഇവർ മനസ്സമാധാനത്തോടെ കഴിച്ചോട്ടെ. നമ്മളിവിടെ വായും പൊളിച്ച് നിൽക്കേണ്ട കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. നമുക്ക് വീണ്ടും മുറ്റത്തേക്ക് പോവാം. ഇനി ഈ പണി എന്തിനാണെന്നറിയോ? ഉത്സവത്തിനോടനുബന്ധിച്ച് എല്ലാ വീട്ടിലും ഇല്ല കേട്ടോ. ദേശത്തെ ചില വീടുകളിൽ മാത്രം ജാതവൻ പുറപ്പാട് വരും. അപ്പം അതിനെ വരവേൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചിരാത് കത്തിക്കുന്നതും ചൂട്ട് കത്തിക്കുന്നതും ഒക്കെ. ഈ ചൂട്ട് ശരിക്കും പറഞ്ഞാൽ അവർക്കുള്ള ഒരു സിഗ്നലാണ്. ചൂട്ടിന്റെ വെളിച്ചം മനസ്സിലാക്കിയിട്ടാണ് ഇവരെല്ലാവരും നമ്മളെ വരവേൽക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നുണ്ട് എന്ന് കണ്ട് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. എല്ലാം ഓരോ വിശ്വാസങ്ങളല്ലേ. വരുന്നത് ഞങ്ങളുടെ വീട്ടിലേക്കല്ല, ജ്യോതിയേച്ചിന്റെ വീട്ടിലേക്കാണ് കേട്ടോ. ഇവിടെ എല്ലാം റെഡി ആക്കി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ചൊവ്വാഴ്ച ആ തിരക്കിനിടയ്ക്ക് ഉത്സവത്തിന് പോയാൽ ജാതവനെ നമുക്ക് ഇത്രയും നേരിട്ട് എടുത്തുനിന്ന് കാണാൻ പറ്റൂല കേട്ടോ. ജാതവനും അവരുടെ അമ്മ പേടിയാട്ട അമ്മയും കൂടെ കൊല്ലത്തിൽ ഒരിക്കലും മാത്രം കണ്ടുമുട്ടുന്ന ഒരു ഐതിഹ്യപരമായിട്ടുള്ള സംഭവമാണ് ഈ ദേശം മുഴുവൻ ഉത്സവമായിട്ട് കൊണ്ടാടുന്നത് കേട്ടോ. ഇനി ജാതവൻ ആരും കണ്ടിട്ടില്ല എന്ന് പറയരുത്. ഇങ്ങനെ വീട്ടിൽ വരുന്ന സമയത്ത് നമുക്ക് തൊട്ട് തൊഴാനൊക്കെ പറ്റും. ഇതിന്റെ ഐതിഹ്യം ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് വിശദീകരിക്കാനൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ അവരിതേ തിരിച്ചു പോവാണ്. ഈ സാധനം അത്യാവശ്യം വെയിറ്റ് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ലേ കണ്ടിട്ട്. ഇതിങ്ങനെ തോളിൽ ചുമന്നിട്ടാണ് അവര് വീടുകളിലൊക്കെ പോകുന്നത്. അപ്പം ജാതവൻ പോയ സ്ഥിതിക്ക് നമുക്ക് വീട്ടിലേക്ക് പോയിട്ട് വല്ലതും കഴിക്കാം അല്ലേ. ഉത്സവ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. എല്ലാം കാണണേ. ടാറ്റാ.